വൃത്തിക്ക് തുടക്കേ. മൂന്നുപേരെ നല്ലോണം വെട്ടി വിഴുകുന്നുണ്ടല്ലോ. അതിനൊന്നും ഒരു കുറവുമില്ലല്ലോ. ഒരു പണിയെടുക്കാനാവുന്ന എനിക്ക് എത്ര മടി. തുടച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കറ്ററെല്ലാം നടക്കാൻ വേണ്ടിട്ട് ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഒരു വൃത്തി വരാനില്ലാത്തൊരു സാധനം. എനിക്കിപ്പോ എങ്ങനെയുണ്ട് ഈശേ? എനിക്ക് കുറവുണ്ട് കേട്ടാ. ഓക്ക് ഒരു പ്രശ്നവുമില്ല. ഇത്ര നേരം ഓള് റെസ്റ്റ് എടുക്കുന്ന തന്നെ ഉണ്ടായി. ഇനി നീയായിട്ട് ഓക്ക് ഒരു അസുഖം ഉണ്ടാക്കുമെന്ന് വേണ്ട. ഭാര്യ സ്നേഹി വന്ന് നീ എന്ത് നോക്കിയിരിക്കുന്നത്? തുടക്കല്ല വൃത്തിക്ക്. ഇതെന്താ 2 പ്ലേറ്റ്? നീ ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാട്ടാ. ഓള് പിന്നെ കഴിക്കാന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നേ? ഓള് തിന്നിട്ടാണിപ്പോ. ഓള് പിന്നെ കഴിച്ചോളൂ. നീ മിണ്ടാണ്ട് നിന്നിട്ട് അടിച്ചു പോയേ. നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒരു വെള്ളം എടുത്ത് വന്നേ. വായി നോക്കി നിൽക്കുന്നത്. ഭാര്യ അടുത്തിരുന്നാലേ അവന് ഇറങ്ങൂലു. കൊറേ സമയമായല്ല ഇവിടെ കാണാത്തെ. ഇവിടെ എവിടെയാ പോയിനി? ഓ, രാവിലെ തന്നെ ഇവിടെ കുഞ്ഞിനെ അടുത്ത് നിൽക്കൂന്ന്. എന്നപ്പോ നല്ല സുഖമായല്ല, പണിയൊന്നും എടുക്കണ്ടല്ല. നമുക്കൊരു ഉമ്മ തരുവാ? ഉമ്മ എത്ര സമയം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നോക്കട്ട്. എനിക്കറിയാം എന്നാ ചെയ്യേണ്ടത്. പുഴു പറഞ്ഞു, പുഴു പറഞ്ഞതാ. പുഴു നീ നോക്ക് വിശക്കുന്നുണ്ടാ? നീ എൻ്റെ കൈ വായിലിടുന്ന്. അതൊക്കെ വിശക്കുന്നുണ്ടാ? അമ്മ പാല് കാച്ചി തരാ. കൈ വായിലിട്ടൂടാ. അമ്മ പാല് കാച്ചി തരാ. കൈ വായിലിട്ടൂടാ. അവക്ക് പറ്റി വിശക്കുന്നുണ്ടാ? അവക്ക് പറ്റി വിശക്കുന്നുണ്ടാ? അതെയാ. പാല് അമ്മ ഇപ്പൊ പാല് കാച്ചി തരാം അവക്ക്. അവക്ക് പറ്റി വിശക്കുന്നുണ്ടാ? നമുക്ക് പാല് കാച്ചി കുടിക്കാ കേട്ടാ. പാല് പാല് പറഞ്ഞേ. പാല് എന്നാ പണിയെടുക്കുന്നേ? പാല് കാച്ചുന്ന അമ്മേ. പാല് കാച്ചുന്ന് തോന്നുമ്പോ ആക്കി തിന്നാ നിന്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിനാ? മോക്ക് വേണ്ടിട്ടാണ് അമ്മേ. എന്ത് കുഞ്ഞിക്ക്? കുഞ്ഞിന്റെ പേര് മാറ്റി നിനക്ക് കുടിക്കാനാന്ന് എനിക്കറിയാം. ഈ കുഞ്ഞിക്കായാലും അമ്മക്കായാലും പാലൊന്നും കാച്ചണ്ട. അത് നിന്റെ വീട്ടില് വീടിലൊന്നും നടക്കൂല. തോന്നുമ്പോ അതാക്കി കുടിക്കുന്നു, ഇതാക്കി കുടിക്കുന്നു. ഞാൻ സോഫാക്ക് അതിലേതാ ചൂടുവെള്ളം? അത് മുക്കി കൊടുത്താ മതി. പാല് കാച്ചായിട്ടാണ് ഇപ്പൊ.
വിളിച്ചില്ലേ? ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയിട്ടാമേ, ഇന്ന് വിളിക്കാം. എല്ലാവർക്കും ഒരു ഭാരമായിട്ട് ഇനിയും എനിക്ക് ജീവിക്കാൻ വയ്യ. കരിഞ്ഞു പോയി, തുള്ളി വെള്ളം ഒഴിക്കൂല. എൻ്റെ മോളെ അനാഥയാക്കി ഈ ലോകത്തിൽ നിന്നും പോകാൻ എനിക്കൊരിക്കലും കഴിയില്ല. അല്ലെങ്കിലും ഞാൻ എന്തിനു മരിക്കണം? മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഞാനാണോ മരിക്കേണ്ടത്? ജീവിക്കണം. എന്നെ കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അഭിമാനത്തോടു കൂടി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നീ എവിടെ പോന്ന്? ഞാനെന്റെ വീട്ടിലേക്ക് പോന്ന്. വീട്ടിലേക്കാ? ഇപ്പൊ എന്തൊരു വീട്ടിൽ പോക്ക്? ഇത്രയും കാലം നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ഒരക്ഷരം ഉണ്ടാകുന്നത് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ട് നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല, മറിച്ച് എൻ്റെ അമ്മയെ ആലോചിച്ചിട്ടാണ്. ആ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത്, വളർത്തിയതെല്ലാം. എല്ലാ അച്ഛനമ്മമാർക്കും അവരെ പെമ്മക്കളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ ഒരേ ഒരു പ്രതീക്ഷയും ഉണ്ടാവുമല്ലോ, ഒരേ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അവരെ മക്കള് ഇവിടുത്തെ പോലെ തന്നെ ആടി സുരക്ഷിതയായിരിക്കണമെന്ന്. അത്രേ എൻ്റെ അമ്മയും ആഗ്രഹിച്ചിട്ടില്ലോ. ഞാനിവിടെ അനുഭവിച്ചതെല്ലാം അറിയുമ്പോൾ ആ പാവത്തിന് ഒരുപാട് സങ്കടം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ അമ്മക്ക് ഞാൻ ഒരിക്കലും ഒരു ഭാരമാവൂല. ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഞാനിവിടുന്ന് അനുഭവിച്ചതിനെല്ലാം നിങ്ങളെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. ഈ നാട്ടിലെ നിയമവും കോടതി എല്ലാം ഉണ്ട്. സ്ത്രീധനം വാങ്ങുന്നത് എത്ര വലിയ കുറ്റാന്ന് നിങ്ങൾ അന്നേരം മനസ്സിലാക്കാൻ പോകുന്നേയില്ലൂ. ബാക്കുപോല അമ്മ എടുക്കളാ. അത് മോളെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ വീട്ടിലേക്ക് വരുമ്പോ എന്റെ അമ്മ ആവുന്ന പോലെ എനിക്ക് കുറച്ച് സ്വർണം തന്നിട്ടുണ്ടായിന്. അതെല്ലാം 2 ദിവസത്തിനുള്ളിൽ എന്റെ വീട്ടിലേക്ക് എത്തിക്കണം. വേണ്ടായിരുന്നു, ഇപ്പൊ എന്നാ ചെയ്യുക?